ഞാനിന്ന് രാവിലെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ തന്നെ കണ്ടൊരു മെയില് ക്യാപ് കട്ടിൻ്റെ ആയിരുന്നു. നമ്മുടെ പ്രോ സബ്സ്ക്രിപ്ഷൻ എക്സ്പയർ ആയിട്ടുണ്ട്. നാളെ മുതൽ പ്രീമിയം ഫീച്ചേഴ്സ് ഒന്നും കിട്ടില്ല എന്നുള്ള രീതിയിലൊരു മെയിലാണ് ആദ്യം തന്നെ കണ്ടത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഒരു ട്രിക്ക് ഉണ്ട്. അതായത് പ്രോ സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഫീച്ചേഴ്സും കിട്ടുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപ് കട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പോൾ നോർമലി നമ്മൾ നമ്മുടെ ആപ്പ് സ്റ്റോർ എടുത്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാപ് കട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ ആപ്പ് സ്റ്റോറിൽ വന്നിട്ട് നമ്മുടെ കൺട്രി ആൻഡ് റീജിയൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ വരണം. പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ കൺട്രി റീജിയനിൽ വന്നിട്ട് കറൻ്റ്ലി ഇന്ത്യ എന്നുള്ളത് മാറ്റിയിട്ട്, ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ യുണൈറ്റഡ് കിങ്ഡം ആണ് കൊടുക്കുന്നത്, യു കെ ആണ് കൊടുക്കുന്നത്. യു കെ അടിച്ചിട്ട് നമ്മളതിൻ്റെ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് പോവാം. ഓക്കെ, ദെൻ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്, പേയ്മെൻറ്റ് മെത്തേഡ്, അത് നൺ അടിച്ചിട്ട് ബാക്കി നമുക്കൊരു യു കെ അഡ്രസ്സ് വേണം. ആ അഡ്രസ്സ് നമ്മളവിടെ ടൈപ്പ് ചെയ്തിട്ട് വിത്ത് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൺട്രി ആൻഡ് റീജിയൻ ചേഞ്ച് ആയിട്ട് യു കെ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ആർക്കെങ്കിലും അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, ഞാനത് എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് തരാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്യാപ് കട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നു. നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്റ്റോറിൽ ക്യാപ് കട്ട് അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും. കാരണം ഇപ്പോൾ ഉള്ളത് നമ്മൾ യു കെ സ്റ്റോറിലാണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമുക്ക് ക്യാപ് കട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ ഫിൽറ്റേഴ്സും കാര്യങ്ങളെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വി പി എൻ യൂസ് ചെയ്യണം. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ സൂപ്പർ അൺലിമിറ്റഡ് പ്രോക്സി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വി പി എൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ആപ്പും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ക്യാപ് കട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്ത് നോക്കാം. ക്യാപ് കട്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നോർമലി അതിൻ്റെ ആ പ്രോ വേർഷൻസോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം വി പി എന്നിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു വി പി എൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. ഇതിനകത്ത് പ്ലാൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, അതൊന്നും ചെയ്യേണ്ട. ഏറ്റവും ലാസ്റ്റുള്ള പ്രൊസീഡ് വിത്ത് ആഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യാം, യു കെ എന്ന് പറയുന്ന കൺട്രിയിലേക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, യു കെ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ വീണ്ടും ക്യാപ് കട്ടിലേക്ക് വരിക. നമ്മളൊരു വി പി എൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്ത ശേഷം ഇത് ഓട്ടോമാറ്റിക് കണക്റ്റ് ആവും. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ കണക്റ്റ് ആവും. പിന്നെ നമ്മൾ ആ കൺസെൻറ്റ് ബട്ടൺ അടിച്ചു കൊടുക്കുക. ദെൻ നമ്മളിത് ക്ലോസ് ചെയ്തിട്ട് ക്യാപ് കട്ട് ഓപ്പൺ ചെയ്യുക. ഇപ്പം വലിയ ചേഞ്ചസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ക്യാപ് കട്ട് ഒന്നുകൂടെ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യുക. ഇപ്പം നമ്മളോട് ലോഗിൻ ചെയ്യാൻ പറയുന്നുണ്ട്. അത് ചെയ്യൽ മാൻഡേറ്ററി അല്ല, അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് ഇപ്പോൾ അത് ആക്റ്റീവ് ആയിട്ടുണ്ടോ നോക്കാൻ ഫിൽറ്റേഴ്സൊക്കെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്കൊരു പ്രൊജക്റ്റ് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം, ഒരു വീഡിയോ ഞാൻ ഇട്ട് നോക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഫിൽറ്റേഴ്സോ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഫിൽറ്റേഴ്സിൻ്റെ അകത്ത് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ജം ഐക്കൺ ഉണ്ട് ഇതിൻ്റെ ആ പ്രോ വേർഷൻ്റെ. പക്ഷേ അത് കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കാണുന്ന എല്ലാ ഫിൽറ്റേഴ്സും നമുക്ക് അവൈലബിൾ ആണ്, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ അത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഫ്രീ വേർഷനിൽ നമുക്ക് 1080p വരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇതിനകത്ത് 4K ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഒപ്റ്റിക്കൽ ഫ്ലോ, സ്പീഡ് റാമ്പ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, അതായത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതങ്ങനെ സിമ്പിളായിട്ട് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഫിൽറ്റേഴ്സ് അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കി സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും, അതിൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ പേജ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് കൂടെ കൂടിയാൽ മതി, കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.